എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഓണസദ്യ വിഭവങ്ങളുടെ 12ാമത്തെ വിഭവമായ കൂട്ടുകറിയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. ഇതുവരെയുള്ള വിഭവങ്ങൾ കണ്ടിട്ടില്ലാത്തവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. ഇതൊരു പ്രത്യേക രീതിയിലാണ് ഞാൻ കൂട്ടുകറി തയ്യാറാക്കുന്നത്. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുമ്പളങ്ങ, മത്തങ്ങ, ചേന, അതുപോലെ തന്നെ നേന്ത്രക്കായ. ഇതെല്ലാം സമമായിട്ട് ക്യൂബ്സായിട്ട് അരിഞ്ഞെടുത്ത് അതൊരു പാത്രത്തിലേക്കിട്ട് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് വേവിക്കാനായിട്ട് വെക്കേണ്ടതാണ്. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കതിനായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അരപ്പിനായിട്ട് നമുക്ക് 1 കപ്പ് തേങ്ങ എടുക്കാം. പിന്നീട് 1 ടീസ്പൂൺ ജീരകവും ഇട്ട് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കേണ്ടതാണ്. നമ്മുടെ പച്ചക്കറി മിശ്രിതം ഒരുവിധം വെന്തിട്ടുണ്ട്. ഒരു 3/4 ഭാഗമൊക്കെ വെന്ത് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കടല ചേർത്ത് കൊടുക്കാം. കടല ഞാൻ ഓൾറെഡി കുക്കറിൽ അടിച്ച് വേവിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് ഇട്ടിട്ട് കുറച്ച് നേരം കൂടി നമുക്കതൊന്ന് അടച്ചു വെച്ച് വേവിക്കാനായിട്ട് വെക്കാം. ഇപ്പം നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. നമുക്ക് തുറന്ന് അത് ഇളക്കി കൊടുത്ത് അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ വെണ്ണ പോലെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം കുറച്ച് നേരം തുറന്ന് വെച്ച് വേവിക്കേണ്ടതാണ്. അപ്പോൾ അതിലത്തെ വെള്ളമൊക്കെ നന്നായി വറ്റണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ തുറന്ന് വെച്ച് വേവിക്കാം. അത് വറ്റി വരുന്നത് വരെ നമുക്ക് മറ്റൊരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഉഴുന്നിട്ട് 1 ടീസ്പൂൺ ഉഴുന്നിട്ടു 1/2 ടീസ്പൂൺ ജീരകവും ഇട്ടിട്ട് വേപ്പിലയും ചേർത്ത് 1 കപ്പ് തേങ്ങയും ചേർത്ത് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ അതൊന്ന് വറുത്തെടുക്കണം. ഇതിലേക്ക് കീറിയിട്ടിട്ടുള്ള പച്ചമുളക് 4-5 ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് പൊടിച്ച് വെച്ചിട്ടുള്ള കുറച്ച് കുരുമുളകും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്ക് വറുത്തെടുക്കാം. നന്നായി ഇളക്കി കൊടുക്കണം. നന്നായി വറുത്തെടുത്തതിന് ശേഷം വേണം നമ്മൾ ഇടാനായിട്ട്. അപ്പോഴാണ് ആ കറിക്ക് നല്ലൊരു മണവും രുചിയൊക്കെ ലഭിക്കുള്ളൂ. ഇപ്പോൾ ഇത് നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ നല്ല മണവും രുചിയും കിട്ടാനായിട്ട് ഞാൻ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ വിഭവം ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. താങ്ക് യു വെരി മച്ച്.